അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ചു മുമ്പ് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്. കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നിയ ഒരു വാർത്ത. വയനാട് മേപ്പാടിയിൽ റിസോർട്ടിൻ്റെ ഷെഡ് തകർന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന 3 പെൺകുട്ടികൾ, അതിലൊരു സഹോദരി മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് എൻ്റെ പ്രിയമുള്ളവരെ. അകമ്പാടം സ്വദേശി നിഷ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ് മരിച്ചുപോയത്. ഷിഹാബ്, ജസീല എന്നിവരുടെ മകളാണ് നിഷ്മ എന്ന് പറയുന്നവർ. എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നുവത്രേ. എൻ്റെ പ്രിയമുള്ളവരെ, തൻ്റെ സഹപ്രവർത്തകരോടുകൂടെ അവർ യാത്ര പുറപ്പെട്ടതാണ്, സന്തോഷത്തോടെയുള്ള യാത്ര. പക്ഷേ ആ യാത്രയുടെ വിധി മറ്റൊന്നായിരുന്നു. കൂടെ പോയവർ, തൻ്റെ സഹയാത്രിക, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി മരിച്ചു എന്നതിൻ്റെ സങ്കടത്തിൽ അവർ വളരെയധികം സന്തോഷത്തോടുകൂടെ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും, യാത്ര ഇഷ്ടപ്പെടുന്ന നിഷ്മ, അവർ യാത്ര പോയി. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അവർക്ക് തൻ്റെ കൂടെ പോന്നതിൽ ഒരാൾ ജീവനയറ്റ ശരീരവുമായിട്ട് തിരിച്ചു വരലായിരുന്നു എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ. ആ വീട്ടിലേക്കൊന്ന് കയറുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വാപ്പയും ഉമ്മയും വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ മകൾ യാത്ര കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി പടച്ചവനെ തിരിച്ചു വരും. നിഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കുന്നത്, പടച്ചുറബ്ബേ, ഞാൻ ഈ യാത്ര കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാരികളോടൊപ്പം നല്ല സുന്ദരമായ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും എന്ന ചിന്തയിലാണ് ആ സഹോദരി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഉമ്മയോട് യാത്ര പറഞ്ഞ്, വാപ്പയോട് യാത്ര പറഞ്ഞ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ആ പ്രിയപ്പെട്ട സഹോദരി തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ ഞാൻ കളിച്ചു വളർന്ന വീട്ടിലേക്ക് പിന്നീട് കയറി വരുന്നത് എൻ്റെ മയ്യത്തായിരിക്കുമെന്ന് ആ പൊന്നുമോള് ചിന്തിച്ചിട്ടില്ല. ആ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും മനസ്സിലാക്കിയിട്ടില്ല, ഇനി എൻ്റെ പൊന്നുമോളുടെ ചേതനയറ്റ ശരീരമാണ് ഇനി ഈ വീട്ടിലേക്ക് കയറി വരുന്നതെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ആ വാപ്പയും ഉമ്മയും മനസ്സിലാക്കിയിട്ടില്ല. വാപ്പ വിദേശത്താണ് എന്ന് അറിയാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ആ വാപ്പ ഇതെങ്ങനെ സഹിക്കും? എല്ലാം കൊടുത്തിട്ട് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ പൊന്നുമോൾ ഒരു നോക്ക് അവസാനമൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത്. പടച്ചറബ്ബേ, ആ ഒരു വീടിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ ഓരോ വീഡിയോസിലും പറയുന്നത് പോലെ മരണ വാർത്തകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമുക്ക് പ്രായമായ നമ്മുടെ വാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയും ഒക്കെ പോയാൽ തന്നെ, അവരെങ്ങ് മരിച്ചാൽ തന്നെ എത്രത്തോളം വിഷമം, എത്രത്തോളം സങ്കടം നമുക്കുണ്ടാവാറുണ്ട്. അതിനേക്കാളും വേദനയായിരിക്കില്ലേ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ട് കൊതി തീരുന്നതിൻ്റെ മുമ്പ് അവരൊക്കെ ഇങ്ങനെയുള്ള മക്കൾ, സഹോദരിമാർ, സഹോദരങ്ങൾ ഒക്കെ വിട പറയുമ്പോൾ ഉള്ളൊരു വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സമാധാനം നൽകട്ടെ. അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബർ അല്ലാഹു സ്വർഗീയ അനുഗ്രഹമാക്കി കൊടുക്കട്ടെ. ആ ഒരു ന്യൂസിൽ, ആ ഒരു വാർത്തയിൽ നമുക്ക് കാണാം, എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരോടും നല്ല രീതിയിലായിരുന്നു ആ സഹോദരിയുടെ പെരുമാറ്റം. നല്ല രൂപത്തിൽ സംസാരിച്ച് എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു ശൈലിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സഹോദരിയായിരുന്നു എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത്. മരണത്തിൻ്റെ കാരണം, അത് പൊളിഞ്ഞു വീഴാനുള്ള കാരണം, അവിടെ റിസോർട്ടിൻ്റെ ഷെഡ് അതിങ്ങനെ കൊടുത്തിട്ടില്ല, പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞു വെച്ച ഒരു ഷെഡാണ്. അതിൻ്റെ മുകളിൽ ശക്തമായ മഴ പെയ്ത് അതിൻ്റെ കൊടുത്തിട്ടുള്ള മരങ്ങളൊക്കെ നുരുമ്പിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണത് അവരുടെ ദേഹത്തേക്ക് വീഴുന്നതും ഈ പ്രിയപ്പെട്ട സഹോദരി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നത്. ആ യാത്ര പോയവർ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവർ എത്രയോ സന്തോഷത്തോടെ ആയിരിക്കില്ലേ പോയിട്ടുണ്ടാവുക. ഒരു വലിയ പ്ലാനുകൾ നടത്തി, സ്വന്തമായി വാഹനങ്ങളെടുത്ത്, അവിടെ കയ്യിലുള്ള സമ്പത്ത് ചിലവാക്കി, ഒരു വീട് പോലെ അവർക്ക് താമസിക്കാനുള്ള ചെറിയൊരു ടെൻ്റൊക്കെ കണ്ടെത്തി, അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ അവരെൻ്റെ പ്രിയമുള്ളവരെ യാത്ര പോയിട്ടുണ്ടാവുക. അങ്ങനെ ഇത് അവരുടെ ശരീരത്തിലേക്ക് വീണ് ആ പൊന്നുമോൾ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ അവരുടെ വേദന ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് 3 പെൺകുട്ടികളാണ്. അതിൽ ഈ നിഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് എൻ്റെ പ്രിയമുള്ളവരെ മരിച്ചുപോയത്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ അവരുടെ വിഷമങ്ങൾ. ആ യാത്രയ്ക്ക് അവർക്ക് പിന്നെ താങ്ങാൻ കഴിയുമോ? ആ പ്രിയപ്പെട്ട പൊന്നുമോള് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുമ്പോൾ എന്തായിരിക്കും പടച്ചറബ്ബേ, ഒരു ആംബുലൻസ്. അവർ യാത്ര സന്തോഷത്തോടെ പോയി, പിന്നീട് ഇങ്ങനെ വരുന്നത് അവരുടെ മുമ്പിലൊരു ആംബുലൻസുമായിട്ടാണ്. അള്ളാഹുവേ, ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു താല നമ്മുടെ ഇന്ന് വീടിൻ്റെ പടിക്കൽ പോലും ഒരു ആംബുലൻസിൻ്റെ ശബ്ദം വരാതെ അള്ളാഹു താല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. പടച്ചവനെ, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിനകത്തേക്ക് വെട്ടിപ്പൊളിച്ച ശരീരവുമായിട്ട്, ചതഞ്ഞരഞ്ഞ ശരീരവുമായിട്ട് ഒരാളുടെയും മയ്യത്ത് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ വെക്കുന്നൊരവസ്ഥ പടച്ചറബ്ബ് ആർക്കും കൊടുക്കാതിരിക്കട്ടെ. അള്ളാഹു താല കൊടുത്തവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. മരിച്ചുപോയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഇങ്ങനെ മരണ വാർത്തകളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.